എന്ത് തോന്നി? ആദ്യമൊക്കെ ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ടും ഒരു ക്രിഞ്ചായിട്ടൊക്കെ തോന്നി. കോമഡികളൊന്നും അത്ര വർക്കൗട്ടായില്ല. എന്താ പറയുക, ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഈ ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നേ ഇൻ്റർവെൽ പഞ്ചും പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പം പടം മെല്ലെ കയറാൻ തുടങ്ങി, കണക്റ്റ് ആവാൻ തുടങ്ങി. പിന്നെ ലാലേട്ടൻ എൻ്റെ കൂടെ ആയപ്പം പിന്നെ വേറെ ലെവലിലോട്ട് പോയി. പക്ഷെ പലരും പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല, പിന്നെ പോരാ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ തമിഴ് സിനിമയൊക്കെ കണ്ടൊരു പരിചയം വെച്ചിട്ട് ഈ ഗുഡ് ബാഡ് അഗ്ലി അല്ലെങ്കിൽ മാർക്ക് ആന്റണിയൊക്കെ പോലെ ഭയങ്കര ലൗഡായിട്ട് വന്നൊരു സിനിമയാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ തന്നെയാണ് കണ്ടതും. പക്ഷേങ്കിൽ ഫസ്റ്റ് അത് പറയാൻ പറ്റും, എന്താ പറയുക, ഭയങ്കര മോശം തന്നെയായിരുന്നു. തീരെ ഒരു കണക്റ്റ് ആവാത്ത രീതിക്ക് ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, അവരെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ആയിക്കോട്ടെ, ഒന്നുകൊണ്ടും അങ്ങോട്ട് കണക്റ്റ് ആയില്ല. പക്ഷേങ്കിൽ പടം പോകെ എവിടെയോ ചെറുതായിട്ട് അതിലേക്ക് ഇന്നാവാനും പറ്റി. ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നേ കയറാൻ പറ്റി. പിന്നെ ഇൻ്റർവെൽ പഞ്ചോട് കൂടിയിട്ട് എന്തോ ഇതിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പം വേറെ ട്രാക്കിൽ പോയി. പിന്നെ പടം തുടങ്ങുന്നത് തന്നെ കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങോട് കൂടിയാണ്. കുട്ടികളാണ് പടം നെറേറ്റ് ചെയ്യുന്നത്. അപ്പം അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ കഥ പറയുമ്പം എന്തൊക്കെ ഗിമിക്സും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുമോ അത്രയും ക്രിഞ്ചായിട്ട് തന്നെയാണ് അത് തുടക്കത്തിൽ എടുത്തത്. പിന്നീട് അങ്ങോട്ട് സംഭവം കണക്റ്റ് ആയി. ഇതിലിപ്പോൾ ഒരു ഫാൻസിനെ പിന്നെ മാത്രം ദഹിക്കുന്ന പടമാണോ, അല്ലെങ്കിൽ ഫാമിലി കൂടി പോയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണോ ഇത് എടുത്തിരിക്കുന്നത്? ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഫാൻസുകാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫെസ്റ്റിവൽ മൂഡ് പടമാണ്. അങ്ങനെ ആർത്ത് വിളിച്ച് അത്രയും ലൗഡാണ്. എന്താ പറയുക, ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ അത്രയും ലൗഡ് പടങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കാരണം BGM ആയിക്കോട്ടെ ഭയങ്കര സൗണ്ടോട് കൂടിയിട്ടാണ് വരുന്നത്. പിന്നെ ദിലീപിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എത്രമാത്രം അത് ജനങ്ങളുടെ ഇടയിലേക്ക് കണക്റ്റ് ആവുന്നുള്ള കാര്യം അറിയില്ല. അത് മാത്രമല്ല, ഇൻഡയറക്റ്റായിട്ട് ദിലീപിൻ്റെതായിട്ടുള്ള കുറേ പൊളിറ്റിക്സിൻ്റെ അത് ഒളിച്ചു കിടക്കുന്നതായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. പലരുടെയും ഡയലോഗ് ഡെലിവറികളിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. മോഹൻലാൽ നമുക്ക് റോളുണ്ടാക്കി, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നെഗറ്റീവ് വന്ന പരിപാടിയില്ലേ ആ പാട്ട്, അത് നല്ല ഇതിൻ്റെ അകത്ത് നല്ല ഉഷാറുണ്ട് കേൾക്കാൻ. ആ പാട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഭയങ്കര നെഗറ്റീവ് അല്ലേ, പക്ഷെ അത് ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ ഭയങ്കര നല്ല അന്നേരമാണ് ഒരു ഓളം വെച്ചത് പാട്ട്. മോഹൻലാൽ എന്നൊരു ഭയങ്കര മാസമുള്ള പരിപാടി, മാസിൻ്റെ അടുത്തൊരു പൊട്ടത്തരവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പോക്ക് എല്ലാവരും ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അതാണ് ഫാൻസിന് വേണ്ടിയ ഡയലോഗുകളെല്ലാം ഉണ്ട്, പക്ഷെ അതൊന്നൊരു ഇത് കിട്ടുന്നില്ല. ഇല്ലാതെ ഒരു ലോജിക്ക് വേണം, പക്ഷെ അതില്ല. അതാണ് ഇപ്പോഴെന്ന് വെച്ചാൽ ഓടൻ്റെ ആണ്. രണ്ട് ഫാൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ ഫാൻസിനെ മാത്രം ആകർഷിക്കുന്ന പടം തന്നെയാണ്. അതാണ്. പിന്നെ ഉത്സവ മോഡല്ലേ, വരവ് എനിക്ക് അത്ര പിടിച്ചില്ല. ഫസ്റ്റ് വരവ് നല്ല ഉത്സവമായി. എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. വൺ ടൈം വാച്ചബിൾ. ഒരു ലാലേട്ടൻ്റെയും ദിലീപേട്ടൻ്റെ ഫാൻസ് എന്നുള്ള നിലക്കാണെങ്കിൽ വൺ ടൈം വാച്ചബിളാണ്. പിന്നെ ഒരു ഫാമിലിക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കഥ എന്ന് പറയാനൊന്നുമില്ല. ഇതിൽ തുടക്കം മുതലേ പിന്നെ ദിലീപിനെ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അവസാന ഘട്ടത്തിലെത്തുമ്പം ആ പറയുന്ന കാര്യങ്ങളിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ സങ്കടകരമായ ഒരവസ്ഥ. അത് സംവിധായകനെ സംബന്ധിച്ച് അത് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. മൂപ്പർ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത്രത്തോളം നമുക്ക് ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സീനായിട്ട് തോന്നിയില്ല. പിന്നെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ട്. നമ്മളെ മനസ്സിൽ ഓൾറെഡി പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കഥാപാത്രമാണ്. എന്തിനാണ് ഈ ഫിലിമിൽ കൊണ്ടുവന്നതെന്നുള്ളത് അതും അറിയില്ല. സ്പൂഫാണെന്ന് പലപ്പോഴും പല സീനിൽ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്, സ്പൂഫ് പടമാണോ എന്നുള്ളത്. അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ റെഫറൻസ് ഉണ്ട്, പല സിനിമകളിലെ റെഫറൻസുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു സിനിമയെ വിജയിപ്പിക്കുന്ന ഒരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ കണക്ട് ചെയ്യാൻ നമുക്കൊരു എന്തെങ്കിലും ഒരു ലോജിക്ക് വേണം. ഒരു ലോജിക്കില്ല എന്ന് കൂട്ടിക്കഴിഞ്ഞാലും അതിലൊരു ലോജിക്ക് വേണമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നൊരു കാര്യം. അപ്പോൾ കഥ വലിയൊരു ഘടകം തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യങ്ങളെ കണക്ഷൻ, ഒരു ഫ്രെയിം പോലും മറ്റൊരു ഫ്രെയിമുമായിട്ട് കണക്ഷൻ വരുന്നില്ല. അതൊരു പോരായ്മയായിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ ഓൾമോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എൻജോയ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെയും ദിലീപേട്ടൻ്റെയും പിന്നെ ഫാൻസുകാർക്ക് ഒരു പക്ഷേ ആടിത്തിമിർക്കാൻ ഉള്ളൊരു രീതി എന്നുള്ള നിലക്ക് വൺ ടൈം വാച്ചബിൾ. അപ്പോൾ ഓൾമോസ്റ്റ് കഥ ഒരു ഘടകം തന്നെയാണ്. പിന്നെ ഫാൻസ് കൊണ്ട് മാത്രം പടത്തെ എത്രത്തോളം വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാലോ. പിന്നെ ഫാമിലി ഓഡിയൻസിന് എത്രത്തോളം ഇത് ഇഷ്ടപ്പെടും എന്നുള്ളത് ഇനി കണ്ടറിയണം. പിന്നെ
ചുരുക്കം പറയുകയാണെങ്കിൽ വലിയ ഹൈപ്പ് സൃഷ്ടിച്ചൊരു സിനിമ എന്നുള്ള ലേബലിൽ അത്രത്തോളം പ്രതീക്ഷയായിട്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ദർ ഇസ് നോ ലോജിക് മാഡ്നസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു സിനിമ അങ്ങനെ ഞാനൊന്ന് എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ തിയേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ വൺ ടൈം വാച്ചബിളായിരിക്കും.